തൃശൂർ ഇരിങ്ങാലക്കുടയിൽ വീണ്ടും സഹകരണ കൊള്ള നടന്നുവെന്ന ആരോപണവുമായി ബിജെപി. സിപിഐഎം നിയന്ത്രണത്തിലുള്ള കാരളം സർവീസ് സഹകരണ ബാങ്കിനെതിരെയാണ് പരാതി. കരുവന്നൂർ കേസിലെ പ്രധാന പരാതിക്കാരനായ ബിജെപി നേതാവ് എം.വി. സുരേഷ് കുമാറാണ് 70 കോടിയുടെ തട്ടിപ്പ് നടന്നതായി ആരോപിച്ച് സഹകരണ വകുപ്പിനെ സമീപിച്ചത്. മുക്കുപണ്ടം പണയം വെച്ചും ബിനാമി പേരിൽ വായ്പകളെടുത്തും തട്ടിപ്പ് നടത്തിയെന്നാണ് ബിജെപിയുടെ ആരോപണം. കാരളം ബാങ്ക് ഭരണസമിതിയും അധികൃതരും അറിഞ്ഞുള്ള തട്ടിപ്പിൽ 70 കോടിയോളം രൂപ ബാങ്കിന് നഷ്ടം സംഭവിച്ചു. സിപിഐഎം ഭരണസമിതി അറിഞ്ഞാണ് ക്രമക്കേടുകൾ നടന്നതെന്നും ഇതിനെതിരെ സഹകരണ വകുപ്പിനെ സമീപിച്ചതായുമാണ് ബിജെപി നേതാക്കൾ പറയുന്നത്. മുക്കുപണ്ടം പണയം വെച്ച് 2.5 കോടി തട്ടിയെന്നുള്ള ആക്ഷേപം വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവർത്തന പരിധി ലംഘിച്ചുകൊണ്ട് ബിനാമി വായ്പകൾ കൊടുക്കുന്നു. ഇതൊക്കെ പരിശോധിക്കാനാണ് ഞങ്ങൾ രേഖാമൂലം പരാതി ബഹുമാനപ്പെട്ട അയ്യാറിന് അവിടെ കൊടുത്തിരിക്കുന്നത്. കരുവന്നൂർ തട്ടിപ്പ് കേസിലെ പ്രധാന പരാതിക്കാരനായ ബിജെപി നേതാവ് എം.വി. സുരേഷ് കുമാറാണ് ബാങ്കിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. സ്വർണ്ണപ്പണയ ഉരുപ്പടികൾ അടിയന്തരമായി പരിശോധിക്കുക, മുക്കുപണ്ടം പിടിച്ചെടുക്കുക, ബിനാമി വായ്പകൾ എടുത്തു പരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സുരേഷിന്റെ പരാതിയിൽ പറയുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കാരളം സഹകരണ ബാങ്കിലെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണമെന്നും വകുപ്പ് തല അന്വേഷണം നടത്തണമെന്നും മുകുന്ദപുരം താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ അറിയിച്ചു. ന്യൂസ് മലയാളം, തൃശൂർ.